ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഓണപ്പരീക്ഷ ടൈം ടേബിൾ വന്നിരിക്കുവാണ്. 3-ാം തീയതി മുതലാണ് നമ്മുടെ ഓണപ്പരീക്ഷ നടക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ഫിസിക്സ് പരീക്ഷ 10-ാം തീയതിയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം ഇതായിരിക്കും, സാറേ ടൈം ടേബിൾ വന്നല്ലേ ഉള്ളൂ, ഇങ്ങേരുടെ കയ്യിൽ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയേ എന്നായിരിക്കും. മക്കളെ, ഇത് നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, ഒരു സംശയവും അതിനകത്ത് വേണ്ട. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മക്കളെ, ഇന്ന് ഏകദേശം നിങ്ങൾക്കറിയാം 8-ാം തീയതി കഴിഞ്ഞ് 9-ാം തീയതി ആയിട്ടുണ്ട്. ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്കുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലിരിക്കുന്നു നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് 10-ാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഓണപ്പരീക്ഷ എന്ന് പറയുന്നത്. സോ അതിൽ മികച്ച മാർക്ക് നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതിനെന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നതിനപ്പുറം പരീക്ഷയ്ക്ക് എന്തു വരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ അതിന് മുൻപായിട്ട് നിങ്ങളൊരു പരീക്ഷ തീർച്ചയായും എഴുതി നോക്കിയിരിക്കണം. അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും. നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ആണെങ്കിലും ഞാൻ നിസ്സാരമായി തന്നെ എഴുതി തീർക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു പരീക്ഷ എഴുതുമ്പോഴാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനുള്ള സമയം നിങ്ങളുടെ കൈവശം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. സോ അതൊക്കെ പ്രോപ്പർലി എഴുതി ശീലിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് കരുതലുണ്ടാവും. മക്കളെ, അത് പലപ്പോഴും തെറ്റാറുണ്ട്. സോ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ്. സോ അതിനാൽ തന്നെ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, മറിച്ച് അതിന് മുൻപായിട്ട് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് കുട്ടികൾക്ക് സൈലം നടത്തുന്ന ഓണപ്പരീക്ഷയുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ നടക്കാൻ പോകുന്ന ഓണപ്പരീക്ഷയുടെ അതേ വെയിറ്റേജിൽ, അതേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ അവിടെ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു ഗംഭീരമായ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് ഓൾറെഡി നമ്മുടെ അഡ്മിഷൻ എടുത്ത 1.0 ബാച്ച് കുട്ടികൾക്കും 2.0 ബാച്ച് കുട്ടികൾക്കും 3.0 ബാച്ച് കുട്ടികൾക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയുടെ മുൻപായിട്ടാണ് നമ്മുടെ ആപ്പിൽ നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഈ ഒരു അവസരം ഇനിയും നഷ്ടപ്പെടുത്തരുത്. ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്താലും നമുക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കും. സോ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ജോയിൻ ചെയ്യുക. ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഈ പരീക്ഷയ്ക്ക് ശേഷം ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നൽകി ഒരു പരീക്ഷ നടത്തുകയല്ല, അതിനപ്പുറം ഇതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ കൂടി നമ്മുടെ ആപ്പിനകത്ത് നടത്തുന്നതായിരിക്കും മക്കളെ. സോ ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം ഉണ്ടടാ നിങ്ങളുടെ കൂടെ.